എറണാകുളം തേവരപ്പാലത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടു. പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി തങ്ങി നിൽക്കുകയാണ്. ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തി. ലോറി പാലത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു തേവരയിൽ നിന്നും. ഡാനി, ഇതെങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ലോറി ഈ പാലത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, ഇന്ന് ഉച്ചയോടുകൂടിയാണ്, അതായത് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അലക്സാണ്ടർ പറമ്പിത്തറ പാലം എന്ന് പറയുന്ന തേവര പാലം, ഇവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ലോറി പാലത്തിന്റെ കൈവരികൾ തകർത്ത് കായലിലേക്ക് പതിക്കുന്ന രീതിയിൽ, ഏതാണ്ട് എഞ്ചിൻ ഭാഗം പൂർണ്ണമായും തന്നെ കായലിലേക്ക് പതിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് കായലിലേക്ക് വീഴാതെ. ഡ്രൈവർ മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇയാളെ സമീപത്തുകൂടി പോയ ആളുകളെല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി താഴേക്ക് പോയി വീഴാതെ അയാളെ ഇവിടേക്ക് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഡ്രൈവറോട് പോലീസ് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നത് എതിരെ ഒരു വാഹനം വന്നു, വളരെ വേഗതയിൽ വരുന്ന വാഹനമാണ്, അതുകൊണ്ട് പെട്ടെന്ന് സൈഡ് തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ രീതിയിലേക്ക് കൈവരികൾ തകർത്ത് മുന്നോട്ടാഞ്ഞത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അപകട സാധ്യതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ, അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇത് വളരെ സങ്കീർണമാണ്. ഇത് എടുത്തു മാറ്റുക എന്നത് സാധാരണ രീതിയിൽ നമ്മൾ റോഡ് അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. കുറെ കൂടി ഭാരം വഹിക്കാൻ കഴിയുന്ന ക്രെയിൻ വേണം. കാരണം ഇതിന് പിൻഭാഗത്ത് ഈ ഡ്രഡ്ജ് ചെയ്ത മണലും കല്ലും എല്ലാം ഉണ്ടാവുന്ന ഒരു ലോഡോട് കൂടിയതായിരുന്നു ഈ ടിപ്പർ എന്ന് പറയുന്നത്. ഏതായാലും ഇതിന് ഭാരമുണ്ട്. എഞ്ചിൻ ഭാഗമാണ്, ഭാരം കൂടുതലുള്ള എഞ്ചിൻ ഭാഗമാണ് ഇപ്പോൾ കായലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഉള്ളത്. അപ്പോൾ ഇത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന ക്രെയിനുകൾ ഇപ്പോൾ ഇത് ഒരു ഉച്ച സമയമാണ്. പക്ഷെ വൈകുന്നേരം ഇത് ഓഫീസ് അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ വിട്ട് കൂടുതൽ ആളുകൾ എത്തുന്നൊരു സമയമാകുമ്പോഴേക്കും വലിയൊരു ഗതാഗതക്കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തേവരപ്പാലം എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന, നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് കൂടിയാണ്, ഒരു സ്ഥലം കൂടിയാണ്. ഒരു ഗതാഗതക്കുരുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ടോം, അത് തന്നെയാണ് ഇതിലൊരു സങ്കീർണത എന്ന് പറയുന്നത്. ഇപ്പൊ ടോം സൂചിപ്പിച്ചതുപോലെ ഇത് സമയം വൈകും തോറും ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാനുള്ള സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിൽ കടന്നു പോകാവുന്ന വാഹനങ്ങൾ തന്നെയാണ് ഉള്ളത്. വലിയ രീതിയിൽ നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ ഒരു വരി ഗതാഗതം നിയന്ത്രിച്ച്, അല്ലെങ്കിൽ അവിടെ ഇത് മാറ്റുമ്പോൾ, ലോറി മാറ്റുമ്പോൾ ഗതാഗതം നിയന്ത്രിക്കാനും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനെല്ലാം തന്നെ സാധ്യമാകുന്ന രീതിയിലാണ് നിലവിലെ ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലേക്ക് തിരക്ക് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറും. കൂടുതൽ വാഹനങ്ങൾ വരും. അപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ മാത്രവുമല്ല, ഈ കാലാവസ്ഥ ഇപ്പോൾ ഒരു അനുകൂലമായ ഘടകമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പൂർണ്ണമായും ഈ വാഹനം അവിടെ നിന്ന്, ലോറി പൂർണ്ണമായും തന്നെ അവിടെ നിന്ന് മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാം തന്നെ നടത്തുന്നുണ്ട്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഈ അഗ്നിരക്ഷാസേനയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിലാണ് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻകരുതലുകളെടുത്ത് ഗതാഗത ക്രമീകരണം നടത്തി എല്ലാം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമയം വൈകുക, ടോം സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ, ഇരട്ടിയിലധികം വാഹനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നു പോകും. ഹൈവേ ആണ്, അത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കേണ്ടി വരും. ഗതാഗതം അത് കൂടുതലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെയും ഈ കാലാവസ്ഥയും ഒരു വിഷയം തന്നെയാണ്. മഴയ്ക്കുള്ള ഒരു സാധ്യതയും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് അറിയണം. കാരണം അത്രയധികം സാമാന്യം നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു പാലമാണ്. അവിടെ ഇങ്ങനൊരു അബദ്ധത്തിൽ പോയതായിരിക്കാം, നിയന്ത്രണം വിട്ടതായിരിക്കാം. ആ സമയം എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഡ്രൈവർ സംസാരിച്ചിരിക്കുന്നത്, ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് വളരെ വേഗതയിൽ ഒരു വാഹനം വന്നു. ആ വാഹനം പെട്ടെന്ന് നേർക്ക് വരുന്നത്, അതിന്റെ നിയന്ത്രണം വിട്ട് നേർക്ക് വരുന്നതായിട്ടാണ് ആദ്യഘട്ടത്തിൽ അയാൾക്ക് തോന്നിയത്.
അതുകൊണ്ട് പെട്ടെന്ന് തിരിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കൂടുതൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ അറിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മളിപ്പോ പ്രദേശത്തേക്ക് എത്തി മനസ്സിലാക്കുന്നതനുസരിച്ച് ഡ്രൈവർ അടക്കം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും കാര്യമായ ഒരു പരിക്കോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ വഴി പോകുമ്പോൾ ഈ അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന് ഇരുവശവും വലിയ രീതിയിൽ തന്നെ പലപ്പോഴും ഈ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇതിലൂടെയുള്ള ഒരു ടാറിംഗ് സമ്പ്രദായം എല്ലാം തന്നെ അശാസ്ത്രീയമാണ്. പലപ്പോഴും ഗട്ടർ പോലെ രൂപപ്പെടുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും എല്ലാം തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അല്പം കൂടി വേഗതയിലാണെങ്കിൽ ഇതാ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ്. എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും അടക്കം ഇവിടേക്ക് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരം പരിശോധനകൾ നടത്തുന്നു. ഈ ഡാനി എന്തായാലും ഡാനി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അല്പം കൂടി വ്യക്തമായി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഈ വാഹനം ഈ ടിപ്പർ ലോറി അവിടെ നിന്നും കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ? മറ്റ് ക്രെയിനുകളോ മറ്റവിടെ എത്തിയിട്ടുണ്ടോ? ഇത് എപ്പോഴത്തേക്ക് അതായത് വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും അതിനു മുൻപ് ഈ ടിപ്പർ ലോറി അവിടെ നിന്നും കയറ്റാനുള്ള ഒരു ശ്രമങ്ങൾ, നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഹലോ ഡാനി, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.